ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് പറയാൻ പോണത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മള് എവിടം വരെ അപ്പൊ നമ്മള് പറഞ്ഞു വെച്ചത് ഷെമിയെ ഞാന് ഷെഫിന്റെ വീട്ടിലേക്ക് എങ്ങനെ കേറിയതല്ല അവള് വണ്ടിയിൽ നിന്ന് ചാടിയതാണ് അങ്ങോട്ട്. എങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ചാടി പണ്ട് നമ്മള് കളിക്കല്ലേ തവള മറ്റെന്തോന്ന് കളിക്കല്ലേ പാമ്പ് എന്താ ആകാശോ ഭൂമിയോ എന്ന് ചേച്ചി കഴിഞ്ഞാൽ ചാടല്ലേ അതുപോലെ ചാടിയതാന്ന് തോന്നുന്നു. ഒന്നും കണ്ടില്ല ഇവിടെ ഇവിടെ വായനും തോന്നുന്നു പറയുന്നത് വലിയ മെയിനായിട്ട് വളയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിന്ന് പുറത്ത് ഒരു സാധനം വാങ്ങാൻ വേണ്ടിട്ടൊക്കെ വാങ്ങി വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് വ്ലോഗ് ഇല്ലായിരുന്നു. അതെ അതെ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നാളെ മറ്റന്നാളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വ്ലോഗ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇവിടെയാണുള്ളത് ഒന്നും ഡ്രസ്സൊന്നും ചെയ്തില്ല. ആവശ്യം പോയി ഡ്രസ് ചെയ്യട്ടെ അന്നെ പെണ്ണ് കാണാനൊക്കെ ആൾക്കാർ വരും കേട്ടോ. അത്രയും പ്രായമായാലും ഇരിക്കണം എനിക്ക്. ഓക്കെ പിന്നെ വേറൊരു കഥകൾ ആരൊക്കെ കേട്ടോ. എമ്മ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയുള്ള ഒരുപാട് ആൾക്കാർ കുറെ ആരോപണങ്ങളാണുള്ളത്. ഒന്നിന് തെളിവുകളായിട്ടൊന്നും പറയാനൊന്നും വന്നില്ലത് വരെ. എന്തെന്നാ അറിയൂല. തെളിവുകളുണ്ടായിരിക്കാം. അവസാനം ഞാനതല്ല അതിന്റെ കമന്റിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ്. അവസാനം അമ്മന്റെ ഓഫീസിൽ ഫാൻ ഇടുമല്ലോ അപ്പൊ അത് അവസാനം കറങ്ങാൻ സ്വിച്ച് ഓഫ് ആക്കാനെങ്കിൽ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അത്രയും ആൾക്കാർക്ക് ഇത് ബാധിക്കുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ വെറും ഫാൻ ഓഫ് ആക്കാനും ഞാൻ പോണില്ല. ഇനി ഞാനും വല്ല കേസിലാക്കി ഇതാക്കിയാലോ എന്നെക്കൊണ്ട് അത് അവിടാന്നല്ല ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതൊന്നും എന്താ പറയാ ചിലത് ഇനി അങ്ങോട്ടുള്ളത് നല്ല രീതിയിലാവട്ടെ അല്ലെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഏതായാലും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നമ്മൾ അങ്ങനെ ഷെമി വയറ്റിലായി. പിന്നെ നമ്മൾ ഷെമി തറവാട്ടിൽ പോയി. തറവാട്ടിൽ നിന്ന് പിന്നെ ഷെമിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. കാരണം അമ്മ വിട്ടില്ല. അതെ അതെ അങ്ങനെ അല്ലാതെ പിന്നെ സ്ഥിരമായിട്ട് പിന്നെ റേഷൻ കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് മാറ്റി ഷെമിക്ക്. റേഷന്റെ കാര്യം പറഞ്ഞപ്പോ റേഷൻ വാങ്ങലേ സാധനം പോരും. ഷെമിന്റെ കാര്യം ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. കുറെ ഏജ് ആയി കഴിഞ്ഞ് കാണാൻ കുട്ടികളായാലും എന്താ ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി കുട്ടികളില്ലാതെ ഏജ് കൂടിയവർക്ക് കുട്ടികൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന്. കാരണം ആ സമയത്ത് ഷെമിക്കും ഉണ്ടായിരുന്നു ഈ ഡൗട്ടും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായി. കുറെ ആൾക്കാർ പറയും ഗവൺമെന്റ് കാണിക്കണം, കുറെ ആൾക്കാർ പറയും പ്രൈവറ്റില് അവിടെ കാണിക്കണം. അങ്ങനെയൊക്കെ കുറെ ഡൗട്ടുകൾ ഉണ്ടാവുന്ന ഒരു ടൈം കൂടിയാണ്. മാത്രല്ല പ്രശ്നമായിക്കോ നോക്കാനാവോ അങ്ങനാവോ ഇങ്ങനാവോ ഓപ്പറേഷൻ ആയിക്കോ. പക്ഷെ ഓപ്പറേഷൻ ഒന്നും അല്ല. ഇനി സുഖപ്രസവം എന്ന് പറയുന്ന സുഖമില്ലാത്ത പ്രസവം തന്നെ ആയിരുന്നു. നോർമൽ പ്രസവം തന്നെ ആയിരുന്നു. സുഖപ്രസവം എന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പൊ കുറെ അതിനൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്, ട്രോളൊക്കെ വരുന്നുണ്ട്. സുഖപ്രസവം അല്ലല്ലോ. സുഖപ്രസവം എന്നും പറഞ്ഞൂടല്ലോ. പ്രസവം കംപ്ലീറ്റ്ലി ഒരു അത്യാവശ്യം പെയിൻഫുൾ ആണ്. എല്ലാവർക്കും അറിയാലോ. മരണത്തിന്റെ സെക്കൻഡ് പാർട്ട് അല്ല അങ്ങനെ എന്തോന്ന് പറയാനുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ പിന്നെ ഞാനും ഷെഫിയും കുറെ ഗവൺമെന്റിൽ പോയി ഡോക്ടറെ ചോദിച്ചില്ലേ. ഗവൺമെന്റില് 2 ഹോസ്പിറ്റലിൽ പോയി. ഒന്നില് പോയപ്പോ നമുക്ക് അവിടെ കുറെ പ്രൈവറ്റിലൊക്കെ കാണിച്ചവർക്ക് പിന്നെ നമ്മ പെട്ടെന്ന് ഗവൺമെന്റ് പോകണം. പിന്നെ അന്ന് ഞാൻ വേറെ ന്യൂസ് കേട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് കാണിക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രസവമാണെങ്കിൽ നമുക്ക് പൈസയും കിട്ടും, വീട്ടിൽ വരാനുള്ള ഓട്ടോറിക്ഷ പൈസ വരെ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഷെഫിക്ക് ഫസ്റ്റ് ആണല്ലോ, ഡോക്ടർക്ക് മൂന്നാമത്തതാണ്. അപ്പൊ ഡോക്ടറോട് ഞാൻ പറഞ്ഞു സാർ ഞങ്ങളത് ഫസ്റ്റ്, ഇന്ത്യ ഫസ്റ്റ് ആണ്, വെറുതെ മൂന്നാമത്തതാണ്. അപ്പൊ എന്താണ് ഈ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവരിങ്ങനെ ഒരു നോട്ടം നോക്കി ഇങ്ങനെ ആഹാ ഇനി എവിടെ സ്ഥലം കൊടുവള്ളി, ഞാൻ ചോദിച്ചില്ലെങ്കിലേ പറയാനുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടൂലെന്ന് പറഞ്ഞു എല്ലാവരും സ്ഥലം. പിന്നെ നമ്മൾ എന്താണെന്നറിയോ അവിടെ ഡോക്ടർമാരില്ല അതിനിപ്പോ. കാരണം പെട്ടെന്ന് ഇങ്ങനെ റെസ്റ്റ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് വേദന കയറിപ്പോ രാത്രിയൊക്കെ ആകുമ്പോ അവിടെ ഡോക്ടർമാരില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രൈവറ്റിലേക്ക് പോയത്.
പിന്നെ പ്രൈവറ്റിലേക്ക് പോയ സമയത്ത് ഫസ്റ്റ് സ്കാനിങ് ചെയ്ത് സെക്കൻഡ് പക്ഷെ എന്റെ മനസ്സിലും എനിക്ക് പ്രൈവറ്റ് തന്നെ കാണിക്കണമെന്നേ. കാരണം നമ്മൾ ഗവൺമെന്റ് കേൾക്കുമ്പോ ഒരു പേടിയാ. അവിടുന്ന് കഴിഞ്ഞവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഏത് പ്രസവമായാലും ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ തന്നെ പോകണം. അതെ, അത് ഓട്ടോമാറ്റിക്കലി ഇവർക്കുള്ള ഒരു അന്ധവിശ്വാസമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ആദ്യം കഴിഞ്ഞാൽ അപ്പൊ ആടെ പോയി കഴിഞ്ഞാലേ ഇത് സാധനം പുറത്തേക്ക് വരുന്നൊക്കെ ഉള്ള തോന്നല്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഷെമിനോട് പറയും, ഷെമി നമുക്ക് പ്രൈവറ്റ് പോകണ്ട, നമ്മൾ ഗവൺമെന്റ് മതി, കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് പൈസ ഇല്ല, നമ്മൾ ഗവൺമെന്റ് ഇവള് പ്രൈവറ്റ് അങ്ങനെ ഞങ്ങൾ ഏതായാലും അങ്ങനെ പോയി ഞാനിങ്ങനെ കാണിക്കുന്ന ആ സമയത്ത് ബ്രോസ്റ്റിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബ്രോസ്റ്റിന്റെ ഒരു പരിപാടി കൊറോണ ടൈം ആയിരുന്നു. അതെ, അവിടുന്ന് ഇങ്ങനെ പണിയെടുത്ത് ഞാൻ വരിക. ആ സമയത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നാമത് ഈ വയറ്റിലായ സമയത്ത് നമ്മളെ ഹസ്ബൻഡിന് അങ്ങനെ ഭാര്യമാർക്ക് അങ്ങനെ ആ സമയത്ത് സ്മെല്ല്, പിന്നെന്താ അങ്ങനെ എന്തൊക്കെ പറ്റാത്ത കുറെ സ്മെല്ല്. ഇവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവള് എന്നെ അടുപ്പിക്കുകയില്ല, വിടുകയില്ല, ഇടുങ്ങാറാക്കുക, ഇതാകുക. അങ്ങനെ ഒരു സന്ദർഭം ആ ടൈം തന്നെ. അങ്ങനെ ഷെഫിക്ക് ബ്രോസ്റ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ബ്രോസ്റ്റ് ഒക്കെ അങ്ങനെ കൊണ്ടുത്തരും. ഞാനതൊക്കെ തിന്നിങ്ങനെ ഇരിക്കും. പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയൊരു 4 മാസമൊക്കെ ആയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണ്, ഫുഡ് കുറയ്ക്കണം, പിന്നെ സ്റ്റിച്ച് ഇടണം യൂട്രസിന്. അപ്പോൾ പിന്നെ അതിനേക്കാണ് പേടിയായി. കാരണം യൂട്രസിന് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്തോ വേദന അങ്ങനൊക്കെ. പിന്നെ ഞാൻ എന്താണെന്ന് അറിയില്ല ശരിക്കും. എന്താണ് ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവം ഉണ്ടാന്ന് വെച്ചാൽ ഞാനൊരു വിധം എല്ലായിടത്തേക്കും വിളിച്ചു ചോദിക്കുക, അന്നക്കാർക്ക് ഒട്ടീനു, നിങ്ങൾ കേട്ടിക്കുന്നു, ഇങ്ങനെ ഇട്ടാ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഏതോ ഒരു ബന്ധത്തിലുള്ള ആരോ ഒന്നിനെ എൻ്റെ താത്ത വൈകിട്ട് ഞാൻ വിളിച്ച പോലെ എന്നെ വിളിച്ച് പറഞ്ഞ് ഓൽ കിട്ടിക്കണ ഒരു കുഴപ്പമില്ല, ഓക്ക് 28 or 26 അങ്ങനെ പെയിൻ ഒന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, വെയിറ്റ് ഒന്നും എടുക്കരുത്, സ്റ്റിച്ച് പൊട്ടി പോകാൻ അങ്ങനെ പറഞ്ഞു. സാധ്യത ഉണ്ട്, വെയിറ്റ് എടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടി പോകാൻ സാധ്യത ഉണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചെയ്യാന്നറിയുന്ന അതും കുറച്ച് എക്സ്പെൻസ് ഉള്ള സംഭവം കേട്ടോ. ഞാനെങ്ങനെയോ ഗവൺമെന്റ് ആക്കുക, അതിന്റെ അടുക്കാണ് യൂട്രസിന് കട്ടില്ല എന്ന് കൂടി. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാണ് എമൗണ്ട്? അപ്പൊ എന്നോട് പറഞ്ഞു 20,000 രൂപയാണ് അന്ന് യൂട്രസിന് സ്റ്റിച്ച് ഇടാൻ വേണ്ടി. അതാ ഞാനൊന്ന് 20,000 എങ്ങനെയാ ഉണ്ടാക്കുക, എവിടുന്ന് ഉണ്ടാക്കുക ചെയ്യാ? 20 അല്ലല്ലോ, അതിനേക്കാൾ പുറത്ത് പോയില്ലേ? 20-25 ഉറുപ്പ്യന്റെ അടുത്ത്. അങ്ങനെ പിന്നെ അത് ഇട്ടതിന് ശേഷം അപ്പൊ ഓക്കെ തന്നെയാണ്, വേദന ഒന്നും ഇല്ല ആ സമയത്ത്. സിമ്പിൾ ആയി പേടിയായിരുന്നു, ഇത് തായ്ക്കല്ലോ എന്നല്ല, ഇഞ്ചക്ഷൻ അടിച്ചിട്ട് തരിപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മാസം അങ്ങനെ ബ്ലീഡിങ് വരും. പോയിങ്ങാട്ട് എന്തോ ഒരു ഇഞ്ചക്ഷന്റെ പേരൊക്കെ ഉണ്ടായി, അതടിക്കും. അപ്പോഴും ഐശുവിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ ചിലപ്പോ വയറ്റിലായ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ ബ്ലീഡിങ് എടുക്ക് വരുന്നേരോ പഠിച്ചോനെ പോവോ. പക്ഷെ നമ്മള് ഡോക്ടറുടെ നിർദ്ദേശം ഡോക്ടർ സ്വന്തം ഇഷ്ടത്തിനൊന്നും അങ്ങനെ ഞങ്ങൾ പറഞ്ഞിക്കണല്ലോ, രീതി ഫാമിലിയിലെ ചെമ്മി അങ്ങനെ പറഞ്ഞിക്കണല്ലോ വിചാരിച്ചിട്ട് വേണ്ടൊന്നും നിൽക്കണ്ട കേട്ടോ. ഡോക്ടറെ കാണിക്കുക, ഓലെന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നാൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ പേടിണ്ടായിരുന്നു ഷെഫിക്കോ കാശുവിന് ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം അങ്ങനത്തെ ബ്ലീഡിങ് ആണല്ലോ വരുന്നത്. പിന്നെ അതുമല്ല, എനിക്ക് മറ്റേ ഇതിന്റെ മുമ്പുള്ള സ്റ്റോറികളൊക്കെ ഞാൻ പറയാ. അപ്പോ എന്റെ അവസ്ഥയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ ടൈമിലേക്ക് എനിക്ക് അങ്ങനെ കൂടി ഒരു സാധനം കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ മുന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലേ, കല്യാണത്തിന്റെ ആ സംഭവം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോ ബോണസ് ആയിട്ടാണല്ലോ വരിക. അപ്പൊ ഞാൻ ഇതും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ 6 ആയി 7 ആയി നല്ല വയറൊക്കെ കൂടി. അല്ലെങ്കിലും നിങ്ങളെല്ലാരും എന്നോട് പറയണ്ടല്ലോ നല്ല വയറുണ്ട്, കമന്റിലൊക്കെ ഇങ്ങനെ പറയണേക്കെ. വയറ് ഓൾറെഡി കുറച്ചുള്ളതിനെ കൊണ്ട് അങ്ങനെ പറയുന്നുണ്ടല്ലേ. അങ്ങനെ 7 ആയി. പിന്നെ 8 ആയി കാണിക്കാൻ പോയ പോലെ പറഞ്ഞ് ചിലപ്പോ നേരത്തെ ഡെലിവറി ഉണ്ടാവും. അതിന് എല്ലാ പ്രസവത്തിനും പറയാറുണ്ട്. പക്ഷെ എന്നാലും ഈ സ്റ്റിച്ച് ഇട്ട കാരണം കൊണ്ട്, കാരണം ഓൾറെഡി കുട്ടിക്ക് വെയിറ്റ് കൂടുതലും വളർച്ച കൂടുതലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് സ്റ്റിച്ച് ഇട്ടതല്ലോ. അതിനെ കൊണ്ട് എന്തായാലും ഡെലിവറി പെട്ടെന്ന് ഉണ്ടാവും. ഫുഡ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഒരു ദിവസം കുറച്ച് അത്ര ഡബിൾക്ക് ഞാൻ പിറ്റേന്ന് തന്നു. എനിക്ക് വിശപ്പ്, ഭയങ്കര വിശപ്പായിരുന്നു. അതിപ്പോഴും ഇപ്പൊ അത്രല്ല, കൊറേ മാറ്റമുണ്ട്. ഇവിടെ മൂക്കും മുഖമൊന്നും അന്ന് വയറ്റിലായി കഴിഞ്ഞാല് തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങോട്ട് പേടിയാവും. അങ്ങോട്ട് വേണം പറഞ്ഞാൽ നമ്മൾ ചെന്ന് പോകും പേടിച്ചിട്ട്.
അങ്ങനെ 8ാം മാസം കാണിക്കാൻ പോയപ്പോൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറയും. പിന്നെ അങ്ങനെ നേരത്തെ വരാൻ വേണ്ടി പറയല്ലോ. അങ്ങനെ 2 ആഴ്ച. അപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം പ്രസവം അടുത്തടുത്തിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 9 മാസം ആവുക. ആ സമയത്ത് കാണിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരേല് ഒരു പരിപാടി ഉണ്ടായി, നബിദിനത്തിന്റെ പായസം കൊടുക്കൽ. ഉമ്മന്റെ ആ പരിപാടിക്ക് എല്ലാ വർഷവും നമ്മള് നബിദിനത്തിന് പായസം കൊടുക്കലുണ്ടല്ലോ. അത് കൊടുത്തപ്പോ ഞാൻ അമ്മനോട് പറഞ്ഞു അന്ന് അതിന് പോണ്ടി, എന്നും കൂടി ഇങ്ങനെ നിക്കട്ടെ, നാളെ തേങ്ങയൊക്കെ ചെരണ്ടി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിൽ തേങ്ങയൊക്കെ ചെരണ്ടി പായസമൊക്കെ കൊടുക്കാനൊക്കെ കൂടി പിറ്റേന്ന് രാവിലെ ഞങ്ങള് സാധാ ഡോക്ടറെ 12 രാവിലെ പിറ്റേന്ന്. അപ്പൊ റബി ലെവല് 13 ഒക്ടോബർ 20 അല്ലേ? ആ ദിവസം ഞാനും ഷെമിയും മാത്രം, ഞങ്ങള് മാത്രാണ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മാത്രാണ് എല്ലാത്തിനും. ബുദ്ധിമുട്ടൊന്നും ആക്കലില്ല. കാരണം സത്യം പറയുകയാണെങ്കിൽ എനിക്കില്ല, ഞാനുള്ള സമയത്ത് എനിക്ക് വേറെ ഒരാളെ ആവശ്യം ഉണ്ടാവില്ല. ചില ആൾക്കാരെ കാണാം ഹോസ്പിറ്റലിൽ എന്ന് അറിയുമ്പോഴേക്കും വെപ്രാളം പിടിച്ചിങ്ങാണ്ട് അമ്മ അങ്ങള് പോര്, ആ പെങ്ങൾ അഞ്ഞു പോര്, ആ അഞ്ഞു പോരെ, അല്ലെ ഇപ്പൊ നിങ്ങള് അങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ കൊണ്ടുപോകില്ല. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ചോദിക്കും ഞാൻ പോകുന്നുണ്ട്, പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ആവശ്യം? കാരണം ബലെന്തായാലും ഈ വയറുള്ള ഉള്ളിൽ നിൽക്കുക ചെയ്യാം. പിന്നെ നമ്മളല്ലേ, നമുക്ക് വേണ്ടിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ മതി, വേറൊരാളെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതിനെക്കൊണ്ടും പിന്നെ നമുക്ക് അങ്ങനെ ഒരാളെയും വിളിക്കലില്ല. വിളിച്ചാല് വിളിക്കാൻ ഇങ്ങനെ എല്ലാവരും പറയും, പിന്നെ ഞങ്ങൾ അതിനെ വിളിക്കലില്ല. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ പ്രസവം ഇങ്ങനെ അടുത്ത് ആ മുഹൂർത്തത്തിൽ ഇങ്ങനെ നിൽക്കുക. എത്തി ഡോക്ടർ അവിന്റെ ഏട്ടത്തി വന്നിട്ടോ, ഓള് പറഞ്ഞു ഞാൻ എന്തായാലും വരും. അങ്ങനെ വരുന്ന പോലെ ഉള്ളൂ. ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞാൽ ഓക്കെ പോരെ, അല്ലാണ്ട് ഒരാളോട് നിർബന്ധിച്ച് വേണ്ടി വരുന്നോ ഒന്നും പറയല്ല. ഡോക്ടർ ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന സാധാരണ ഗതിയിൽ എന്താ ഉണ്ടാവില്ലെന്ന് അറിയോ, ഞങ്ങൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഒറ്റ ബെഡാണ് ഉണ്ടാവുക. ഞങ്ങൾ കൂടുതലും വാർഡിലാണ് ഉണ്ടാവുക, കാരണം റൂം എടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാർഡിലാണ് അഡ്മിറ്റ് ആവുക. അപ്പൊ ഈ വാർഡിൽ ഒരു കട്ടുമ്പോൾ തന്നെ ഞാനും ഇവളും ഇങ്ങനെയാണ് കിടന്നുറങ്ങുക, ഒരൊറ്റ കട്ടില് വാർഡില്. രാവിലെ എല്ലാവരും എണീക്കുന്ന വേണ്ടി ഞങ്ങൾ എണീച്ച് കഴിഞ്ഞിട്ട് ഞാനും എല്ലാം എണീച്ചാവും, അങ്ങനെയൊക്കെ കിടന്ന്. അപ്പൊ അന്ന് പക്ഷെ ഒരു പറഞ്ഞ് ഇത് റൂമിലേക്ക് ഐസിയുല ഡോക്ടർ പരിശോധിച്ചപ്പോ പറഞ്ഞ നല്ല വേദന ഉണ്ടല്ലോ, നിങ്ങൾ എന്തായി വരാഞ്ഞ്. എനിക്ക് അത്ര വേദന ഒന്നും ഇല്ല, ഇനി വേദന ഉണ്ടായില്ല, അറിയില്ല, ബുദ്ധിയില്ല, അത് അറിയാനുള്ള ഇത് വരുന്നില്ല, അറിയാനുള്ള എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞൂടല്ലോ. ഇല്ല, നല്ല വേദന വരട്ടെന്ന് വിചാരിച്ചു നിന്നതാ. കാരണം നേരം വെത്തോട്ടെ എന്നൊക്കെ രാത്രിയൊക്കെ കേസൊക്കെ ഒരു ഇടുങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അറിയില്ല, ഞാൻ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഷെമി ലേബർ റൂമിലേക്ക് കയറ്റി. ലേബർ റൂം കയറ്റിയില്ല മോനോ, അതിന്റെ പുറത്താണ് ഒബ്സർവേഷനിലെത്തി. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ അന്നപ്പോ എവിടെ പോയി, ഞാൻ ഇന്ന അവിടെ അഡ്മിറ്റ് ആയി, സുഖമല്ല, അന്ന് പ്രസവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവനെ തെരഞ്ഞു. ഞാൻ ഇങ്ങനെ തെരഞ്ഞു നോക്കി അവനോട് പോയി. കാരണം എന്താ പറയാൻ പറ്റൂലല്ലോ, കാരണം ഈ ഏജിലുള്ള പ്രസവം നമ്മൾ കാര്യമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഏജിലുള്ള പ്രസവം സാധാ നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഫുഡ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡ്, റെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടാണെങ്കിൽ ഓരോരുത്തർ ഹെൽത്ത് ഉള്ള ശരീരം ഉണ്ടാവും, ഹെൽത്ത് കുറഞ്ഞ, അത് ആരോഗ്യമുള്ള ശരീരം, ഏജിന്റെ മാത്രമല്ല അത് അല്ലാത്തവർക്കും ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പക്ഷെ മാക്സിമം ഞാൻ പറയുന്നത് ഞാൻ അതൊക്കെ കണ്ടതാണല്ലോ, അപ്പൊ ഇനി അനുഭവിച്ചതുമാണല്ലോ. എന്റെ സജഷൻ എന്താ? ഞാനും പറയുന്ന ഒരു 30 മുമ്പ് തന്നെ നല്ലത്, 35 ഒക്കെ മുമ്പ് തന്നെയാണ് പ്രസവം നല്ലത്. പ്രസവിക്കേണ്ടവരൊക്കെ വേഗം പ്രസവിച്ച് തീർക്കുന്നതാണ് നല്ലത് എന്നാ പറയുന്നത്. കാരണം 35 എബോ ആയി കഴിഞ്ഞാല് അല്ലറ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കും, മുന്നോട്ടേക്കുള്ള ലൈഫിനെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ടൈം, പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം 30 മുമ്പായിട്ട്. അതെ അതെ അതെ, അത് ഡോക്ടർമാരും പറയൂ. പിന്നെ ഇപ്പൊ എല്ലാവരും ഉണ്ടാവുന്നവർക്ക് എന്ത് ഏജൊക്കെ പിന്നെ ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കുട്ടി വേണമല്ലോ, അപ്പൊ അതൊന്നും നോക്കിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഏതായാലും ഇത് വരുന്ന തുടങ്ങി ആയുഷ്മാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നോ, ഇന്ന് ശ്രീകൃഷ്ണന്റെ അങ്ങോട്ട് ജാഥ വരുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കും അല്ലേ. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ. പിന്നെ ലേബർ റൂമിലേക്ക് ഓരോരുത്തർ ആരൊക്കെ വന്നു എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയൂലേ.
ഇവിടെ ഏതായാലും ജാഥ വരുന്നുണ്ട്. പുതിയ ഡ്രസ്സ് പറയല്ലാടെ നിൽക്കൊക്കെ ഞാൻ പറഞ്ഞുതരാ. ഇവിടെ ജാഥ വരുന്നുണ്ട് ബീസ്. അപ്പൊ ആശുവിനെ ഒന്ന് ജാഥ കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഏതായാലും മാക്സിമം ആൾക്കാര് കമന്റിൽ കുറെ ആൾക്കാർ ചോദിച്ചിക്കണ് 35 ആയി എന്താ ചെയ്യാന്ന്. 35 മുന്നേ ആയിട്ട് മാക്സിമം ചെയ്യാൻ നോക്കാം. വായിക്കുന്നതിന് സീനൊന്നുമില്ല. നല്ല ഫുഡ് കഴിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നാളെ കാണട്ടെ. ബൈ ബൈ. ഞങ്ങൾ ഏതായാലും ജാഥ കാണട്ടെ ബീസ്. ജാഥ